ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ആ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2 മിനിറ്റിൽ ഈസി ആയിട്ട് ഒരു സെറ്റ് കൊണ്ട് അല്ലെങ്കിൽ സെറ്റ് സാരി നിങ്ങൾക്ക് എങ്ങനെ പ്ലീറ്റൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ച് പെട്ടെന്ന് കൊടുക്കാം, അതിന് റെഡിയാക്കാം, എങ്ങനെ അയൺ ചെയ്ത് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് എടുക്കാം. അതിനേക്കാൾ മുമ്പ് ഇഫ് യു ആർ ന്യൂ ടു മൈ ചാനൽ മറക്കണ്ട ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് വരുന്ന ചെറിയ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും, ഒന്നും മിസ് ചെയ്യാണ്ട് കാണാനും പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഒരു സാരി ഡ്രേപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ സെറ്റിങ്സ് ആണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ ചെയ്യാം, ഇത് ഞാൻ സെറ്റ് മോഡലാണ് കാണിക്കുന്നത്. സെയിം രീതി തന്നെയാണ് സെറ്റ് സാരിയിലും നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയാണോ ഞെറി എടുക്കേണ്ടത്, അതായത് ഫ്രണ്ടിലത്തെ പ്ലീറ്റ്സ് എങ്ങനെയാണോ എടുക്കേണ്ടത്, എത്ര ഗ്യാപ്പ് ഇട്ടിട്ടാണോ എടുക്കേണ്ടത്, അത് ആ ഒരു ലെവലിൽ ഇപ്പോൾ ഞാൻ 1 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് അങ്ങനെയൊക്കെ നമ്മുടെ ഇഷ്ടം എന്താണോ ആ ലെവലിൽ പിടിക്കുക. എന്നിട്ട് എത്ര നമ്പർ ഓഫ് പ്ലീറ്റ്സ് വേണമെന്ന് നോക്കിയിട്ട് അത് എടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുടഞ്ഞു കൊടുക്കുക. അപ്പോൾ അത് കണ്ടോ ഈ ലെവലിൽ വരും. ഇങ്ങനെ വന്ന ശേഷം ഇതിൻ്റെ ഓരോ ലൈൻസും ഓരോ പ്ലീറ്റ്സ് കാണുന്നില്ലേ നിങ്ങളിപ്പോൾ, അതിൽ എത്ര നമ്പർ ഓഫ് പ്ലീറ്റ്സ് ഉണ്ടെന്ന് ആദ്യം നോക്കുക. അതിനുശേഷം നമുക്ക് ഓരോ ലൈൻ്റെയും ഇടയിൽ ഇങ്ങനെ ഒന്ന് നമ്മുടെ ഫിംഗേഴ്സ് 2 വിരൽ ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ ഒന്ന് ഓടിച്ചു കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ടൊരു ലൈൻ വീഴും. അപ്പോൾ കൃത്യമായിട്ട് അത് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുകയും ചെയ്യും. അതാണ് ഫസ്റ്റ് മെത്തേഡ്. ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് പുതിയൊരു സെറ്റ് കൊണ്ടൊക്കെ ആണെങ്കിൽ ഇത് ഡയറക്റ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇങ്ങനെ തന്നെ. ഇനി നിങ്ങൾ 1 പ്രാവശ്യം 2 പ്രാവശ്യം ഉപയോഗിച്ചതോ അല്ലെങ്കിൽ കഴുകിയതോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും പ്ലീറ്റ്സ് കിട്ടാൻ പോണില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ ലൈനിൽ അറ്റം വരെ പ്ലീറ്റ്സ് എടുത്ത് പോവുക. അതിനുശേഷം നമ്മുടെ ബോഡിയിൽ ഒന്ന് പ്ലേസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് എത്ര ലെങ്ത് ആണ് വേണ്ടതെന്ന് നോക്കിയിട്ട് ആ ഒരു ലെവലിലുള്ള ഐറ്റംസ് സ്ട്രെയിറ്റ് ആയിട്ടും ബാക്കിയുള്ളത് കുറച്ച് വിടർത്തിയിട്ടും ഞാൻ കാണിച്ചു തരാം ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട്. ആ ലെവലിൽ നമ്മൾ എങ്ങനെയാണോ സാരി ഡ്രേപ്പ് ചെയ്യുക ആ ലെവലിലേക്ക് ഇതിൻ്റെ ആ ഒരു കരേനെ അല്ലെങ്കിൽ ആ ഒരു പ്ലീറ്റ്സിനെ ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുക. ഇപ്പം ഞങ്ങൾ ഓരോന്നും അറ്റം വരെ ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. അതായത് സ്റ്റാർട്ടിങ് എൻഡ് തൊട്ട് ലാസ്റ്റ് വരെ നമ്മൾ കുത്തുന്ന ഭാഗം വരെ നമ്മൾ ഒരേ ലെവലിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. അങ്ങനെ ആവുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് കിട്ടും. ഇനി ഞാനത് ആ ടേബിളിൽ വിരിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് എവിടെയാണോ ഫ്രണ്ട് ഭാഗം വരുന്നത്, അതേപോലെ തന്നെ നമ്മുടെ തല അതായത് മുന്താണിയൊക്കെ വരുന്ന ഭാഗം വരുന്നത്, അത് ആ ലെവൽ നോക്കിയിട്ട് വിരിച്ചിടുക. അതിനുശേഷം ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ക്ലിയർ ആയിട്ട്. ഇങ്ങനെ വിരിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് ആ ഫ്രണ്ട് ഭാഗം കറക്റ്റായിട്ട് അതേ ലെവലിൽ നിൽക്കുകയും ചെയ്യും. എന്നിട്ട് നമുക്കിങ്ങനെ ഓരോ ഇടയിലുള്ള പ്ലീറ്റ്സിനെയും നമുക്കിങ്ങനെ അയൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ പ്ലീറ്റ്സിൻ്റെയും ഇങ്ങനെ സെക്ഷൻ തിരിച്ച് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്യുക, ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. എളുപ്പമാണ്, ഒന്നുമില്ല, എളുപ്പമുള്ള പരിപാടിയാണ്. നമ്മൾ കൃത്യമായിട്ടാണ് ഞെറികൾ എടുത്ത് വെച്ചിട്ടുള്ളത് എങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇതേപോലെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിന് തന്നെ നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് വയ്ക്കുന്നു, ഒന്ന് കുടഞ്ഞ് ശരിയാക്കുന്നു. അതിനുശേഷം നമ്മൾ തലയായിട്ട് അതായത് അറ്റത്തേക്ക് താഴേക്ക് ഇടുന്ന പോർഷൻ ഇതുപോലെയും അതേപോലെ ഫ്രണ്ടിലേക്ക് ഇടുന്ന പോർഷൻ കുറച്ചൊന്ന് വൈഡായിട്ട് വെച്ചിട്ട് നമ്മൾ നേരത്തെ കണ്ടില്ലേ, സ്ലോ ആയിട്ട് കണ്ടില്ലേ, അതേപോലെയും ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി അയൺ ചെയ്ത ശേഷം ഓരോ സൈഡിലായിട്ട് പതുക്കെ പിൻ ചെയ്ത് വെക്കുക. അപ്പോൾ നാളെ രാവിലെ നമുക്ക് കൊടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഹാങ്ങറിലോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ടേബിളിൽ വിരിച്ചിട്ടാലോ മതി. എന്നിട്ട് നാളെ നമുക്ക് സെലിബ്രേഷൻ പോകുമ്പോൾ അടിപൊളിയായിട്ട് ഇതെടുത്ത് കൊടുക്കാവുന്നതാണ്. കണ്ടോ ഈ ഭാഗം ഇത്ര വീതി തന്നെ കൊടുക്കണം കേട്ടോ, എന്നാലാണ് നമുക്ക് ഉടുക്കുന്ന ഭാഗത്തേക്ക് ആ ഒരു ലുക്ക് കിട്ടുള്ളൂ. ഇനി നന്നായിട്ട് ഇങ്ങനെ അയൺ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ അയൺ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ സാധാരണ ഒരു ഡ്രസ്സിലാണ് ഇട്ടേക്കണം കേട്ടോ, വെറുതെ മുകളിൽ വെച്ച് തരാണ്. കണ്ടോ ഇതിങ്ങനെ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കും. നല്ല വൃത്തിയിൽ നീറ്റായിട്ട് കിടക്കാനായിട്ട് ഇങ്ങനെ അയൺ ചെയ്യുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നല്ല രീതിയിൽ നമുക്കതൊരു ബെനിഫിറ്റാണ്. ഇനി വേറൊരു സംഭവം പറയാനുള്ളത്, നിങ്ങൾ ടിഷ്യൂ കരയുള്ള സെറ്റും കൊണ്ടാണ് ഉടുക്കുന്നതെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് നമ്മൾ ആവി കൊള്ളിക്കേണ്ട. ഏറ്റവും നല്ലത് ഇങ്ങനെ ഒരു ന്യൂസ് പേപ്പർ വയ്ക്കുക. അതിനുശേഷം അയൺ ബോക്സ് വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉള്ളിലത്തെ പ്ലീറ്റ്സ് എന്ത് ചെയ്യുന്നല്ലേ അതിൻ്റെയും ഇടയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് നൈസായിട്ട് അയൺ ചെയ്യുക. അപ്പോൾ കണ്ടില്ലേ ക്ലിയർ ആയിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു കുഴപ്പമില്ല, ഇങ്ങനെ ചെയ്ത് നോക്കും. ഇപ്പോൾ ഞാൻ ബാക്കിലൊരു സൈഡിലൂടെ കാണിച്ചു തരാം. നേരത്തെ നമ്മൾ അയൺ ചെയ്തല്ല അവിടെ ഈ സൈഡ് കാണിച്ചു തരാം. കണ്ടോ ഇപ്പോൾ നന്നായിട്ട് ഇത് ന്യൂസ് പേപ്പർ വെച്ചിട്ട് അയൺ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടോ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്കത് കിട്ടണമെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്താലും നമുക്ക് നല്ല റിസൾട്ട് തന്നെ ഉണ്ടായിരിക്കും. ഇനി നമുക്ക് താഴെയുള്ള ഭാഗം അതായത് മുണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾ സാരി ഉടുക്കുന്നെങ്കിൽ അവിടെ നമ്മൾ ഉടുത്ത് നോക്കിയിട്ട് പ്ലീറ്റ്സ് എവിടെയാണ് ഇടേണ്ടത്, നമ്മുടെ സാധാ ഫ്രണ്ടിലെ ഞെറിയില്ലേ അതെങ്ങനെയാണ് ഇടേണ്ടത് അത് നോക്കുക. ഇപ്പോൾ എനിക്ക് സെറ്റ് കൊണ്ട് ആയതുകൊണ്ട് അല്ലെങ്കിൽ സെറ്റ് കൊണ്ട് ഞാൻ കാണിച്ചു തരുന്നതുകൊണ്ട് ഈ ഒരു ഭാഗം നമ്മൾ സെൻറ്ററിലേക്ക് കുത്തുന്ന ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അത് ഒന്ന് നല്ല രീതിയിൽ അയൺ ചെയ്യുക. ഈ പറഞ്ഞ പോലെ തന്നെ ടിഷ്യൂ അല്ലെങ്കിൽ കുറച്ച് നമുക്ക് ഫെയ്ഡ് ആവുന്ന ഡൗട്ടുള്ള മെറ്റീരിയൽസ് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് അയൺ ചെയ്യുക. ഇവിടെ ഞാൻ ഓൾറെഡി അളവെടുത്ത് വെച്ചിട്ടുണ്ട്, അത് വെച്ചിട്ട് ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതും കൂടെ അയൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെറ്റ് മുണ്ടിൻ്റെ ഒരു പരിപാടി അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റ് കൊണ്ടുപോയി കുത്തിയാൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. ഇവിടെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പില്ല
അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സേഫ്റ്റി പിൻസ് വെച്ചിട്ട് സെക്യൂർ ചെയ്യാം. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. സെറ്റ് സാരി ആയാലും ഇതേപോലെ ഓരോ പ്ലീറ്റ്സും എടുത്ത് അയൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് സാരി കിട്ടും. അപ്പോൾ ഇത്രയും എളുപ്പമല്ലേ, ഈസി അല്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവരും ഓണം സെലിബ്രേഷനൊക്കെ അടിച്ചു പൊളിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.